പറഞ്ഞിരിക്കുക, മരണത്തിന് വിധിക്കപ്പെട്ടവരെ വിടിവിക്കാൻ കരുത്തുള്ള ഒരുവനും കൂടി ഉണ്ട്. താഴെ ഭൂമിയിലെ ശാസ്ത്രത്തിന്റെ നിഗമനത്തിൽ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇവിടത്തെ അധികാരികളും ഇവിടത്തെ നിയമങ്ങളും വിധിച്ചതും സത്യമാണ്. പക്ഷെ അങ്ങനെ വിധിക്കപ്പെട്ട ആളുകളെ അതിൽ നിന്ന് ഊരിയെടുത്ത് രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലെ പരമാധികാരിയോട് പ്രാർത്ഥിക്കുക, ദൈവമേ, ചിലർക്കെതിരെ മരണവിധികൾ വന്നിരിക്കുന്നു, അവർ തീർന്നു, ഇനി അവർക്ക് ഭാവിയില്ല, ഇനി അവർക്ക് ജീവിതമില്ല, ഇനി ഇതിൽ നിന്നൊരു വിടുതലില്ല, ഇനി ഇതിൽ നിന്നൊരു രക്ഷയില്ല. മരണം അവസരങ്ങളുടെയൊക്കെ അവസാനമാണല്ലോ. മരണത്തിനപ്പുറം ഭക്തന്മാർക്ക് ജീവിതമുണ്ട്. പക്ഷേ ഈ ഭൂമിയിലെ അവസാനത്തെ വാതിലാണല്ലോ മരണവാതിൽ. അത് കടന്നാൽ പിന്നെ സാധ്യതകളില്ലല്ലോ. അതിനുള്ള വിധി വന്നിരിക്കുമ്പോൾ ആ മരണവിധികളെ തിരുത്തുന്ന ഒരു പവർ ഈ ലോകത്തിലുണ്ട്. മഹാശക്തി എന്ന് എഴുതിയിരിക്കുന്നത്. അയ്യോ, നിങ്ങൾക്ക് ആ ശക്തിയെക്കുറിച്ച് അറിയുമോ? നിങ്ങൾക്ക് ആ ശക്തിയുടെ പുറവിലെ ഉറവിടത്തെക്കുറിച്ച് അറിയുമോ? ആ ശക്തിയുടെ ഉടമയെക്കുറിച്ച് അറിയുമോ? സർവശക്തനാണ്, അഖിലാണ്ട സൃഷ്ടാവാണവൻ, മനുഷ്യനെ സൃഷ്ടിച്ചവനാണവൻ, നമ്മുടെ മേൽ പരമാധികാരമുള്ളവനാണവൻ. ആര് വിധിച്ച വിധിയാണെങ്കിലും അതിന്റെ മീതെ കയറി വിധി തിരുത്തി രക്ഷിപ്പാൻ കഴിവുള്ളവനായ ഒരു ദൈവമുണ്ട് ബ്രദറെ, സിസ്റ്ററെ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആകുലപ്പെട്ട് ആശങ്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ വന്നിരിക്കുന്ന വിധി ഒരു അന്തിമ വിധിയാണെന്ന് വിചാരിക്കാതെ മീതെ ഇനിയും വിധി പറയാൻ ഒരുവനോടെ ഉണ്ട്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, എന്റെ ജീവിതത്തെക്കുറിച്ചൊരു വിധി വന്നിരിക്കുക, എന്റെ കുടുംബത്തെക്കുറിച്ച് ഇനി നിങ്ങൾ ഒത്തുപോകത്തില്ല എന്നൊരു വിധി വന്നിരിക്കുക. എനിക്കൊരു ശതമാനം പോലും വിട്ടുകളയാൻ മറ്റൊരു വഴി ചിന്തിക്കാൻ ആഗ്രഹമില്ല ദൈവമേ. ഈ ലോകം വിധിച്ച, ചിലരുടെ മനസ്സുകൊണ്ട് വിധിച്ച, ചില ബന്ധങ്ങൾ വിധിച്ച് മാറ്റി നിർത്തിയ തിരിച്ചു വിധിച്ച് ഒന്നാക്കണമേന്നൊന്ന് പ്രാർത്ഥിച്ചേ. മരണവിധി പോലും മഹാശക്തി കൊണ്ട് തിരുത്താൻ കഴിവുള്ളവനല്ലേ നമ്മൾ ആരാധിക്കുന്ന ദൈവം. ആ ദൈവത്തെ ഒന്ന് വിശ്വസിച്ചേ. ആ വിധി മഹാശക്തി കൊണ്ട് തിരുത്താൻ കഴിവുള്ള ഒരു ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. ഈ സങ്കീർത്തനക്കാരനെ പോലെ നിങ്ങൾ ഈ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലണം. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഷ കൂടി ഉപയോഗിച്ച് കഴിയുമെങ്കിൽ മുട്ടുകുത്തിയോ നെടുമ്പാട് വീണോ കൂപ്പുകൈകളോടെ പുറം കണ്ണുകൾ അടച്ചകക്കണ്ണ് തുറന്ന് ആ മഹാരഥനോട്, ആ മഹാശക്തിയുള്ള ദൈവത്തോട്, എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന, എന്റെ കുടുംബത്തിൽ വന്നിരിക്കുന്ന, എന്റെ തലമുറയിൽ വന്നിരിക്കുന്ന, എന്റെ സാമ്പത്തിക മേഖലയിൽ വന്നിരിക്കുന്ന, എന്റെ ശുശ്രൂഷാതലത്ത് വന്നിരിക്കുന്ന ഈ വിധി എനിക്ക് അനുകൂലമല്ല, എന്നെ ലജ്ജിപ്പിക്കും, എന്നെ നിന്ദിപ്പിക്കും, എന്റെ പണം മുഴുവൻ നശിപ്പിക്കും, എന്റെ അഡ്രസ്സ് കളയും. അതുകൊണ്ട് മഹാശക്തി കൊണ്ട് വിധി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. കല്ലറയിൽ അടക്കപ്പെട്ട് 4-ാം ദിവസം വിധി മാറ്റി പുറത്തു കൊണ്ടുവന്ന ലാസറിന്റെ ചരിത്രം അറിയാലോ. നയീരിലെ വിധവയുടെ മകനും യായിറോസിന്റെ മകളും എന്തിനേറെ പറയുന്നു. നമ്മുടെ കർത്താവിനെ അവസാനിച്ചു, തീർന്നു എന്ന് പറഞ്ഞ് യഹൂദന്മാർ ആഘോഷിച്ച് അരിമത്തിയിലെ യോസേപ്പിന്റെ കല്ലറയിൽ യോസേപ്പ് അടക്കിയ യേശുവിനെ പുനരുത്ഥാനത്തിന്റെ ശക്തി കൊണ്ട് യഹൂദൻ വിധിച്ച വിധി, പീലാത്തോസ് വിധിച്ച വിധി മഹാശക്തി കൊണ്ട് തിരുത്തിയ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് വന്ന വിധികൾ അന്തിമമാണെന്ന് പറഞ്ഞ് നിങ്ങൾ താടിക്ക് കൈയും കൊടുത്ത് നിരാശപ്പെടണ്ട. എഴുതിയ രേഖ തിരുത്തി എഴുതാനും വിധിച്ച വിധികൾ മാറ്റി വിധിക്കാനും പരമാധികാരമുള്ള ദൈവത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരിക. വിശ്വസിക്കാമെങ്കിൽ ഒരു ഭയങ്കര വിടുതൽ നിങ്ങൾക്കുണ്ടാകും.